Good morning, my dear students. I hope I find you all well, and I really hope that all these online sessions are really benefiting you all. So, welcome to yet another session of online classes on 20th century Malayalam literature. We already covered one short story in the last class, which was In the Flood. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന വി ഹാവ് another short story in front of us. It's called The World Renowned Knows, authored by വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ അറിയാത്തതായിട്ടുള്ള മലയാളികളൊന്നും കാണില്ല. We have already learned some of his works. I remember in my 10th grade, I learned Pathumeda Aadu. It was one of the best experiences in the 10th grade actually because, ആ മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിന് ടെക്സ്റ്റ് കിട്ടിയപ്പോൾ തന്നെ അത് വായിച്ചു തീർക്കാണ് ഉണ്ടായത്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എൻ അമേസിങ് എക്സ്പീരിയൻസ് ഓഫ് റീഡിങ് സച്ച് എൻ എസെൻഷ്യൽ മലയാളം സ്റ്റോറി. ആ ഒരു ലാംഗ്വേജ് ആണെങ്കിലും ഒരു മുസ്ലിം കുടുംബങ്ങളുടെ ഒരു കഥ ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. എന്നാൽ അത് വളരെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ബഷീർ എഴുതിയിട്ടുള്ളത്. ബഷീറിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ആ ലാംഗ്വേജ്. വി കൻ സേ ദാറ്റ് ഹീസ് എ മേസ്ട്രോ ഓഫ് മലയാളം ലിറ്ററേച്ചർ എന്ന് തന്നെ നമുക്ക് പറയാം. വൈക്കത്താണ് ജനിച്ചു വളർന്നത്. കോട്ടയത്ത് തലയോലപ്പറമ്പിൽ ജനിച്ചു വളർന്നു. He was a great part of national movement, freedom struggle ഒക്കെ ഭയങ്കര പാർട്ടാണ്. He was a part of salt satyagraha and all, and he was very revolutionary in nature. He ran a bookstall where all these revolutionaries used to come together and talk. ഡിസ്കഷൻസിനൊക്കെ ഒരു സ്ഥലം ഒരുക്കി കൊടുത്തിരുന്ന ഒരാളായിരുന്നു ബഷീർ. He was arrested many times in relation to this freedom struggle. ഒരു തീപ്പൊരിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരുപാട് പൊളിറ്റിക്സിലൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഹി ഹാസ് ട്രാവൽഡ് അറൗണ്ട് ഇന്ത്യ, ആഫ്രിക്ക, അറേബ്യ ആൻഡ് വളരെ ഒരു നല്ലൊരു നെയിം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു ഓഥറാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഓൾദോ ഏർലിയർ സ്റ്റേജിൽ ഹി വാസ് എ പൊളിറ്റീഷ്യൻ സോ ടു സേ. ഹി ബിക്കെയിം റൈറ്റിംഗ് ലൈക്ക് ആദ്യത്തെ ഒരു ലിറ്റററി എഫേർട്ട് എന്ന് പറഞ്ഞാൽ പ്രേമലേഖനം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ക്ലിക്കായത് അടുത്തതായിട്ട് എഴുതിയ ബാല്യകാല സഖി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് നോവലാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ ടു ഹിസ് ലൈഫ്, റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് എഴുതിയൊരു സ്റ്റോറി ആയിരുന്നു, ഒരു നോവലായിരുന്നു ഇത്. And that is what you can see in almost all the works of Bashir. It has some relation to his personal life. And that makes it more fascinating and interesting. We really want to know what happened in the life of an author, right? And especially if you know that this has really happened in someone's life, it piques our interest. So that is exactly what pulls us to Bashir's fiction. ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വേൾഡ് റിനൗണ്ട് നോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി കോമിക് സ്റ്റോറി. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റയർ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സെറ്റയർ മീൻസ് ആക്ഷേപഹാസ്യം. സോ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സൊസൈറ്റിയിൽ, പൊളിറ്റിക്സിന്റെ അരീനയിലൊക്കെ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ വളരെ ആക്ഷേപത്തിലൂടെ പോർട്രേ ചെയ്യുന്ന ഒരു രീതിയാണ് സെറ്റയർ അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റയർ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ഓൺ ആൻഡ് റീഡ് ദ സ്റ്റോറി ആൻഡ് സീ വേർ ദ സാറ്റിറിക്കൽ എലമെന്റ്സ് കം. ലെറ്റ് മീ ഡ്രിങ്ക് സം വാട്ടർ. Okay, I'm ready for you now. So let's start The World Renowned Knows. I hope you have your textbooks, and if you don't have, don't worry, I'm going to read the whole story to you. Okay, so let's start. It is sensational news. A nose has become a topic of controversy among intellectuals and political thinkers. A world-renowned nose. I record here the true story of that nose. Now, first of all, he pulls us straight into the story. ഒരു ബിൽഡപ്പ് ഇല്ല, ഡ്രാമ ഇല്ല. He just pulls us and puts us right in the middle of the action. He says that this is the story about a nose. ഒരു മൂക്കിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണിത്. ഈ മൂക്കെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബിക്കം എ ടോപ്പിക് ഓഫ് കോൺട്രവേഴ്സി. വലിയ പ്രശ്നങ്ങൾ, വിവാദങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മൂക്ക്. ആരുടെയൊക്കെ ഇടയിലാണ്? പൊളിറ്റിക്കൽ തിങ്കേഴ്സ്, ഇന്റലക്ച്വൽസ്, അവരൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂക്കിനെ പറ്റിയിട്ടാണ്. ഒരു വിശ്വവിഖ്യാതമായിട്ടുള്ള മൂക്ക്.
അതിനെപ്പറ്റിയുള്ള ട്രൂ സ്റ്റോറിയാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. Okay. The owner of that world-renowned nose had completed 24 years of age when the story began. No one knew him before that. Does the 24th year in a person's life have any special significance? Who knows? If only, sorry, if one looks through the recorded pages of world history, one finds that the 24th year had a significance in many great lives. Students of history need hardly be told this. പിന്നെ ഈ സ്റ്റോറിയിലേക്ക് നമ്മൾ പതുക്കെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ വിശ്വവിഖ്യാതമായ മൂക്കിനെ പറ്റി പറഞ്ഞു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഓണർ ഓഫ് ദിസ് നോസ്. So the owner of his nose, this nose, he was practically completely invisible till he turned 24th. 24ാമത്തെ വയസ്സ് വരെ അയാളെ ആരും അറിയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് 24ാമത്തെ വയസ്സിൽ അയാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. പിന്നെ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്, ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചാൽ അറിയാം ഒരാളുടെ 24ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് ആണ്. പല ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഫിഗേഴ്സിൻ്റെയും ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെയും 24th ഇയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നു. വളരെ ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ്, മൈറ്റ് നോട്ട് ബി ട്രൂ. The hero of our story was a cook, a kitchen worker if you like. He was not particularly intelligent. He could not read and write. His world was confined to the kitchen. He was totally indifferent to happenings outside it. Why should he pay attention to them? He could eat to his satisfaction, take as much snuff as he wanted, sleep, work. His daily routine was confined to these activities. He did not know the names of the months of the year. When it was time for him to receive his salary, his mother would come and collect it. If he wanted snuff, the old woman herself would buy it for him. He lived a contented life till he reached his 24th year. Then an amazing thing happened. Okay, ഇനി നമ്മൾ ആ ഹീറോയെ പരിചയപ്പെടാണ്. We are meeting a protagonist. What is the occupation of a protagonist? He is a cook. കുക്ക് എന്ന് പറയാൻ പറ്റില്ല. He is just a kitchen worker. കിച്ചണിൽ ജോലി ചെയ്യുന്ന ഒരു ആൾ. വലുതായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയാൻ പാടില്ലായിരിക്കും. ഹി ഈസ് നോട്ട് ഇൻ്റലിജൻറ്റ്. വലിയ ബുദ്ധിയും വിവരമൊന്നുമില്ല. എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ഹിസ് വേൾഡ് ഇസ് ഇൻസൈഡ് ദ കിച്ചൺ ആൻഡ് ഹി ഈസ് വെരി ഹാപ്പി ദർ. അവിടെ അയാൾക്ക് കഴിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. ഹി ക്യാൻ സ്ലീപ്പ് ഓൾ ഹി വാണ്ട്സ്. ഹി ഗെറ്റ്സ് ടു വർക്ക്. അയാളുടെ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. ഇനി അയാൾക്ക് ഒരേ ഒരു ദുശ്ശീലം മാത്രമേ ഉള്ളൂ, മൂക്കിപ്പൊടി വലിക്കൽ. സ്നഫ് എന്നാണ് സ്നഫ്, SNUFF. ആൻഡ് ഒരു വിവരവും ഇല്ലാത്തൊരു മനുഷ്യനാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു മാസങ്ങളുടെ പേരൊന്നും അറിയില്ല, സാലറി വാങ്ങിക്കേണ്ട സമയം എപ്പോഴാണെന്ന് അറിയില്ല. ആൻഡ് വെൻ ഇറ്റ് ഇസ് ടൈം ടു പേ ഹിസ് സാലറി, ഹിസ് മദർ, ആൻ ഓൾഡ് വുമൺ, വുഡ് കം ആൻഡ് ടേക്ക് ഓൾ ദ സാലറി. ഇയാൾക്ക് പൈസയുടെ ആവശ്യമില്ല, ബിക്കോസ് ഹി ഗെറ്റ്സ് എവറിത്തിങ് ടു ഈറ്റ് ഇൻ ദിസ് ഹൗസ്. പിന്നെ ഇതിനാണ് പൈസ. ആപ്പാടെ ഉള്ളൊരു ചെലവെന്ന് പറഞ്ഞാൽ മൂക്കിപ്പൊടി വാങ്ങിക്കുക എന്നുള്ളതാണ്. അതെന്തായാലും അമ്മ പോകുന്ന വഴിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് പോകും. So he is carefree, he is living a carefree life. He is very happy inside his kitchen. That is where his world is. And suddenly, one day, he turned 24. And then an amazing thing happened to him. And what is that? Nammade interest korchu peak aayi. His nose grew slightly in length. It passed his mouth and reached the level of his chin. The nose began to grow in length every day. Was it possible to hide this? Within a month, the nose reached his navel. Did he feel uncomfortable? Not in the least. He could breathe freely. There was no inconvenience worth talking about. However, because of his nose, the poor cook was dismissed from his work. What was the reason? No group came forward with the battle cry, "Take back the dismissed employee." Political parties shut their eyes to this piece of blatant injustice. Why was this man dismissed? No lover of humanity came forward with this query. The poor cook. No one needed to tell him why he had lost his job. The reason was that the people living in the house where he worked could find no peace or quiet because of him. People came visiting night and day to see the long-nosed one. Photographers pestered the family. News reporters became a nuisance. A number of things were pilfered from the house. As the dismissed cook sat starving in his lowly hut, he was convinced of one thing. His nose had acquired great publicity. So what happened on his 24th year? 24ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് ഇയാളുടെ മൂക്ക് വളരാൻ തുടങ്ങി. ഹിസ് നോസ് സ്റ്റാർട്ടഡ് ടു ഗ്രോ ട്രെമെൻഡസ്ലി ആൻഡ് ലോങ്. അപ്പോൾ അത് ഓരോ ദിവസവും അത് വളർന്ന് ഇറ്റ് വാസ് ഗ്രോയിങ് ഇൻ ലെങ്ത് ആൻഡ് ഫൈനലി വിത്തിൻ എ മന്ത് ഇറ്റ് സെൽഫ് ഇറ്റ് സ്റ്റാർട്ടഡ് ടച്ചിങ് ഹിസ് ബെല്ലി ബട്ടൺ. അയാളുടെ വയറ് വരെ, പൊക്കിൾ കൊടി വരെ എത്തി.
അയാളുടെ മൂക്ക്. വാസ് ഇറ്റ് അൺകംഫർട്ടബിൾ? നോ, ആക്ച്വലി ഹി വാസ് പ്രിറ്റി ഓക്കെ വിത്ത് ഇറ്റ്. കാരണം ഇപ്പൊ ഇഷ്ടംപോലെ ശ്വാസം വലിച്ചു കയറ്റാനുള്ള സമയമുണ്ട്, മൂക്കടപ്പം പ്രശ്നമൊന്നുമില്ല, വലിയ മൂക്കൊക്കെ അല്ലേ, അതുകൊണ്ട് ദർ ഇസ് നോ ഇൻകൺവീനിയൻസ് അറ്റ് ഓൾ. ബട്ട് ഹൗഎവർ വാട്ട് ഹാപ്പൻഡ് വാസ് he lost his job. He was dismissed from his job because of this nose. What was the reason? Why exactly? അപ്പൊ അയാൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി ഒരു ഗ്രൂപ്പും വന്നില്ല. ഇപ്പൊ ആണെങ്കിൽ എല്ലായിടത്തും അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. നോ ഗ്രൂപ്പ് കെയിം ടു പ്രൊട്ടക്ട് ഹിം. നോ ഗ്രൂപ്പ് കെയിം ആൻഡ് പ്രൊട്ടസ്റ്റഡ് ടു ടേക്ക് ബാക്ക് ദ ഡിസ്മിസ്ഡ് എംപ്ലോയി. പൊളിറ്റിക്കൽ പാർട്ടീസ് ഡിഡ് നോട്ട് ഡു എനിത്തിങ് ഫോർ ഹിം. ദെൻ വൈ വാസ് ഹി ഡിസ്മിസ്ഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ ഉണ്ട്. എവ്രി വൺ ആ പരിസരങ്ങളിലെല്ലാം അറിഞ്ഞു തുടങ്ങി ഇങ്ങനെ ഒരാളുടെ മൂക്ക് വളരാൻ തുടങ്ങി. And it became a matter of interest to many people. And what they all did was, people started coming to look at him. Photographers, news reporters, പിന്നെ ആളുകൾ, അല്ലാതെയുള്ള ആളുകളെല്ലാം ക്യൂരിയോസിറ്റി കാരണം ഇങ്ങനെ ഒരു ലോങ് നോസ്ഡ് വൺ, അല്ലെങ്കിൽ നീണ്ട മൂക്കൻ, അല്ലെങ്കിൽ മൂക്കൻ എന്ന് നമുക്ക് പറയാം, മൂക്കനെ അന്വേഷിച്ച് പല നാടുകളിൽ നിന്ന് പല ആളുകൾ വന്നു തുടങ്ങി. ആൻഡ് ദിസ് ബിക്കെയിം ആൻ ഇൻകൺവീനിയൻസ് ടു ദ ഹൗസ്. ആ വീട്ടിലെ ഓണേഴ്സിന് അത് വലിയ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം എപ്പോൾ നോക്കിയാലും ആളുകൾ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, എപ്പോഴും അവരുടെ വീട്ടിലൊക്കെ കയറി വന്നുകൊണ്ടിരിക്കും. ആൻഡ് മോർ ഓവർ അവരുടെ വീടിനകത്ത് നിന്ന് കുറേ സാധനങ്ങളെല്ലാം കട്ടുകൊണ്ട് പോകാനും തുടങ്ങി വരുന്ന ആൾക്കാർ. മെനി തിങ്സ് വർ പിൽഫേർഡ് ഫ്രം ദ ഹൗസ്. പിൽഫേർഡ് മീൻസ് മോഷ്ടിക്കുക. ഓക്കെ, അങ്ങനെ ഇയാൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഹി വെന്റ് ബാക്ക് ടു ഹിസ് ഹൗസ്. ഇറ്റ് ഈസ് എ വെരി സ്മോൾ ഹട്ട്. ആ ഹട്ടിനകത്തിരുന്ന് അയാൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ബട്ട് ഹി റിയലൈസ് ദാറ്റ് ഹിസ് നോസ് ഹാസ് അക്വയർഡ് ഗ്രേറ്റ് പബ്ലിസിറ്റി. എൻ്റെ നോസ് ഭയങ്കര ഫേമസ് ആയി എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. People from distant lands came to see him. They stood stunned with surprise at his long nose. Some touched it too, but no one asked, "Have you eaten today? Why do you look so weak?" There was no money in the hut, not even to buy a small packet of snuff. Was he a wild animal to be kept starving? He must be a fool, but he was a human being. One day, he called his old mother aside and told her in a whisper, "Get these horrid people out and shut the door." The mother promptly sent them all out and closed the door. Good fortune came to the mother and son from that day. People began to bribe the mother to see their son's nose. Some upholders of justice protested against his corruption, but the government did not take any action. Many protested against the inaction of the government and joined revolutionary parties to sabotage the government. The income of the long-nosed one grew day by day. Need one say more? In 6 years, the poor cook became a millionaire. Okay, and then നമുക്ക് ഇയാളുടെ ഫോർച്യൂൺ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അറ്റ് ഫസ്റ്റ്, ബിക്കോസ് ഓഫ് ഹിസ് നോസ്, despair and sadness came, bad luck came to his life, because he was perfectly happy in his life. He had this wonderful job where he can eat and sleep and work and have snuff all day. And then all of a sudden he lost his job because of the nose. But then അയാൾ വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് events started to turn around. Look what happened to him. People from distant lands came to see him. ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇയാളെ കാണാൻ തുടങ്ങി. Everyone wanted to look at the long nose. Everyone wanted to touch it. But nobody was concerned about his well-being. ആരും അയാളോട് ചോദിച്ചില്ല, ഇന്ന് വല്ലതും കഴിച്ചോ, why are you looking so tired? അങ്ങനെയൊന്നും ആരും ചോദിച്ചില്ല. ഇയാൾക്ക് ഭയങ്കര വിഷമം വന്നു. I am not a wild animal. I need my food and most importantly I need my snuff. മൂക്കിപ്പൊടി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയായിരുന്നു പുള്ളിക്ക്. And finally, one day he just got tired of all these people walking into his hut. And then he called his mother and said, "Get these horrible people out of my house. ഈ വൃത്തികെട്ട മനുഷ്യരെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്ക് എന്ന് പറഞ്ഞു. ആളുകൾ, അമ്മ ഇവരെ എല്ലാം പുറത്താക്കിയപ്പോഴത്തേക്ക് a wonderful thing happened. People started giving money to the mother to see this long-nosed guy. അപ്പോൾ ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി. ആൻഡ് പെട്ടെന്ന് ഇതുവരെ ആരും ശബ്ദം ഉയർത്തിയില്ല. ഈ പാവപ്പെട്ടവന് മൂക്ക് കാരണം ജോലി പോയിട്ടൊന്നും ആരും അയാൾക്ക് വേണ്ടി ശബ്ദിച്ചില്ല. പക്ഷെ പെട്ടെന്ന് കുറെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇങ്ങനെ മൂക്കനെ കാണാൻ വേണ്ടി പൈസ അവർ വാങ്ങിക്കുന്നു, ഇത് കറപ്ഷനാണ്, മുഖ്യമന്ത്രി രാജിവെക്കണം. എപ്പോഴും ആദ്യം പറയുന്നത് അതാണല്ലോ, ഗവൺമെന്റ് ആണ് ഇതിന് റെസ്പോൺസിബിൾ. ഗവൺമെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കറപ്ഷൻ ആൻഡ് ഗവൺമെന്റ് മസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ബിക്കോസ് ഓഫ് ദിസ് കറപ്ഷൻ. യു സീ ഹൗ ദി ഐറണി, ഹൗ ദി സെറ്റയർ വർക്ക്സ് ഇൻ ദിസ്, റൈറ്റ്? നമ്മളുടെ ലോകത്ത് തീർത്തും ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും
അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ പോലും ദ ഫസ്റ്റ് തിങ് ദാറ്റ് പീപ്പിൾ ഡിമാൻഡ് ഇസ് മുഖ്യമന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഒരു പബ്ലിക് ഒപ്പീനിയൻ അതിനെ കളിയാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വരെ അവര് ഇതുപോലെ പ്രൊട്ടസ്റ്റ് നടത്തുന്നു, പബ്ലിക് നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഓരോ ദിവസം തോറും നമ്മുടെ long nosed one, he's our protagonist, his income started to grow, and within 6 years he was a poor cook, he became a millionaire. ഒരു കോടീശ്വരനായി അയാൾ മാറിക്കഴിഞ്ഞു. ഇനി അയാൾക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായി. എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ് എന്ന് നോക്കാം. He acted in 3 films. What vast audiences were attracted by the Technicolor feature film The Human Submarine. 6 poets wrote epic poems about the noble qualities of the long-nosed one. 9 well-known writers wrote biographies of the long-nosed one and won wealth and acclaim. His princely abode was also a guest house open to all. Anyone at any time could get a meal there and a bit of snuff. He had 2 secretaries, 2 comely, accomplished women. Both of them loved the long-nosed one. Both of them worshipped him. When 2 beautiful women love the same man at the same time, there is bound to be trouble. Troubles came into the life of the long-nosed one. Okay. ഇനി അയാളുടെ അച്ചീവ്മെന്റ്സിനെ പറ്റി പറയാം. ഹി ബിക്കെയിം എ മൂവി ആക്ടർ. നീണ്ട മൂക്കൊക്കെ ഉള്ളതല്ലേ, സ്വാഭാവികമായിട്ടും സിനിമാക്കാരെ അന്വേഷിച്ചു വരും. സോ ഹി ആക്ടഡ് ഇൻ 3 ഫിലിംസ്, 3 പടങ്ങളിൽ അഭിനയിച്ചു. ആൻഡ് ഈ 3 പടവും ഭയങ്കര ഹിറ്റായിരുന്നു. എസ്പെഷ്യലി ഒരു ടെക്നിക്കലർ പടത്തിൽ അയാൾ അഭിനയിച്ചു, ദ ഹ്യൂമൻ സബ്മറീൻ. ദ ഹ്യൂമൻ സബ്മറീൻ, നീണ്ട മൂക്കൊക്കെ ഉള്ളതുകൊണ്ട് ഹ്യൂമൻ സബ്മറീൻ, വെള്ളത്തിലൊക്കെ മുങ്ങിക്കിടക്കാൻ പറ്റുമായിരിക്കും, മൂക്കെടുത്ത് മേളിലിട്ടാൽ മതിയല്ലോ. സോ ആ ഒരു പടം ഭയങ്കര ഹിറ്റായി. ആൻഡ് ദെൻ മെനി പോയറ്റ്സ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയംസ് അബൌട്ട് ഹിം. ആൻഡ് 9 വെൽ-നോൺ റൈറ്റേഴ്സ് റോട്ട് ബയോഗ്രഫീസ് അബൌട്ട് ഹിം. അത് എഴുതിയത് വഴി അവരൊരുപാട് പണക്കാരായി മാറി. പിന്നെ അത് മാത്രമല്ല, അയാൾ ആ കുടില് ഒക്കെ മാറ്റി അവിടെ ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീടൊക്കെ കിട്ടി. ആൻഡ് എനിബഡി വാസ് വെൽക്കം അറ്റ് ഹിസ് ഹൗസ് എനി പോയിന്റ് ഓഫ് ടൈം. അവിടെ ചെന്നാൽ ഏത് സമയത്ത് ചെന്നാലും ഭക്ഷണവും കൊടുക്കുമായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും മൂക്കിപ്പൊടി കൊടുക്കും അവിടെ പോകുന്ന എല്ലാവർക്കും. അപ്പൊ പുള്ളിയുടെ ആ ഒരു സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഹി ഹാഡ് 2 സെക്രട്ടറീസ്. കാരണം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളല്ലേ, അപ്പൊ തന്നെ അയാളുടെ പോപ്പുലാരിറ്റി ഒക്കെ കാരണം അയാൾക്ക് ഒരുപാട് ജോലിയൊക്കെ ഉണ്ട്. ഇപ്പം ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് ലോഡ്. സോ ടു മാനേജ് ഓൾ ഓഫ് ഇറ്റ് ഹി അപ്പോയിന്റഡ് 2 സെക്രട്ടറീസ്, 2 വിമൻ. വളരെ beautiful and accomplished, educated women, and both of them were in love with him too. You know what happens when one man is loved by 2 different women? There will be problems there, and that happened in the life of long-nosed one too. Let's see what happens. Other people also love the long-nosed one. That long nose reaching down to the navel was considered a sign of greatness. The long-nosed one gave his opinion on important world events. Newspapers published his comments. An airplane with a speed of 10,000 miles an hour has been built. The long-nosed one commented on the event. Dr. Bandros Furasiburos has brought a dead man to life. The long-nosed one made the following speech about it. When people heard that the highest peak in the world had been scaled, they asked, what does the long-nosed one say about it? If the long-nosed one said nothing about an event, it was not important. The long-nosed one was expected to comment on anything and everything. Art, the watch trade, mesmerism, photography, the soul, publishing houses, the writing of novels, life after death, the content of newspapers, hunting. So long-nosed one in a nalla kaalam start cheyidu. So he is very rich. He has acted in 3 films. Within 6 years he has become a millionaire. He has a wonderfully built house, a palace where everyone is welcome at any point of time. He has 2 secretaries, both who are in love with him. And then ഇവർ മാത്രമല്ല, സെക്രട്ടറീസ് മാത്രമല്ല ഇയാളെ സ്നേഹിച്ചിരുന്നത്. ഹി ഹാഡ് മെനി അഡ്മയറേഴ്സ്. ഇയാളുടെ മൂക്ക് ഇപ്പം പൊക്കിള് തട്ടിക്കിടക്കാണ് മൂക്ക്. ഇറ്റ് വാസ് ഒരു ഐശ്വര്യത്തിന്റെ ഒരു സിമ്പിൾ ആയിരുന്നു. ഇറ്റ് വാസ് എ സൈൻ ഓഫ് ഗ്രേറ്റ്നെസ്. ഗണപതിയൊക്കെ പോലെ ഇരിക്കില്ലേ, അപ്പൊ എല്ലാവരും അയാളെ അന്വേഷിച്ച് ചെല്ലുമായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഇഫ് എനി ഇവന്റ് ഹാപ്പൻഡ് ഇൻ ദ കൺട്രി, എവ്രി വൺ വെന്റ് ടു ഹിം ആൻഡ് ഹി വാസ് ആസ്ക്ഡ് ടു കമന്റ് ഓൺ ദാറ്റ് ഇവന്റ്. അയാളുടെ അഭിപ്രായം എല്ലാവരും ചോദിക്കും, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പുതിയൊരു എയറോപ്ലെയിൻ ഉണ്ടാക്കി, അതിന് ഭയങ്കര സ്പീഡാണ്, ഹൈ സ്പീഡ് എയറോപ്ലെയിൻ ആണ്, 10,000 miles an hour. എയറോപ്ലെയിനെ പറ്റി ആർക്കും ഒന്നും അറിയണ്ട. ലോങ് നോസ്ഡ് വൺ ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞതെന്ന് അറിയണം.
അതുപോലെ ഒരു 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 ഡോക്ടർ ഒരു ആളെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അതിനെപ്പറ്റി ലോങ് നോസ്ഡ് വൺ പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ എനിത്തിങ് ഓർ എവറിത്തിങ് വാട്ട് എവർ ഹാപ്പൻസ് അറൌണ്ട് ഹിം, ഇഫ് ദ ലോങ് നോസ്ഡ് വൺ ഡസൻ കമന്റ് അബൌട്ട് ഇറ്റ്, ഇറ്റ് വാസ് അൺഇമ്പോർട്ടൻറ്റ്. അതിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, മാസങ്ങളുടെ പേര് പോലും അറിയാത്ത ഒരാളുടെ ഫോർച്യൂൺ എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞ, അയാളുടെ ഭാഗ്യരേഖ മാറി മറിഞ്ഞ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നു, കുറച്ച് കോംപ്ലിക്കേഷൻസ്, ട്വിസ്റ്റ് ഉണ്ടാവുന്ന അയാളുടെ ലൈഫിൽ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. Okay. So it was at this time that conspiracies were hatched to capture the long-nosed one. To capture something, taking something by physical conquest was nothing new. The major part of world history consists of conquest and captures. What does it mean to capture? Suppose you plant coconut seedlings on a piece of barren land. You water the land and manure it. You fence it in. Expectant years slip by and the trees bear fruit. Coconuts hang in proud clusters from the palms. Then someone takes that garden away from you. ഈ ഒരു ടൈമിൽ there were a lot of conspiracies around ലോങ് നോസ്ഡ് വൺ. ലോങ് നോസ്ഡ് വണ്ണിന് ചുറ്റും കുറെ ഗൂഢാലോചനകളും അയാളെ ചുറ്റിപ്പറ്റി കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്ത് തുടങ്ങി ഈ ഒരു പെർട്ടിക്കുലർ ടൈം ആയപ്പോഴത്തേക്ക്. അപ്പൊ ഇയാളെ എങ്ങനെയെങ്കിലും ഇയാളെ ക്യാപ്ചർ ചെയ്യണം, പിടിച്ചു കെട്ടണം എന്നൊരു ഐഡിയ ആയി പല ആൾക്കാരുടെ മട്ടിൽ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ക്യാപ്ചർ? പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവിടെ, ഒരു രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ബഷീർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് കുറച്ച് തെങ്ങൊക്കെ വെച്ചു, അവിടെ ഒന്നും ഇല്ലായിരുന്നു, മുട്ടക്കുന്നായിട്ട് കിടന്ന സ്ഥലത്ത് നിങ്ങൾ തെങ്ങ് വെച്ചു. നിങ്ങൾ വെള്ളം ഒഴിച്ചു, വളമിട്ടു, വേലിയൊക്കെ കിട്ടി, കുറെ വർഷം കഴിഞ്ഞ് തെങ്ങ് കായ്ച്ചു തുടങ്ങി, നല്ല കൊലയായിട്ട് തേങ്ങ കിടക്കുകയാണ്. ഓൾ ഓഫ് എ സഡൻ ആരോ വന്ന് നിങ്ങളുടെ തേങ്ങയല്ല, ആ തെങ്ങ് അടക്കം ആ ലാൻഡ് മൊത്തം നിങ്ങളുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ക്യാപ്ചറിങ്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാപ്ചറിങ് ശ്രമം നമ്മുടെ ലോങ് നോസ്ഡ് വണ്ണിനെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി. First of all, it was a government that made an attempt to capture the long-nosed one. They tried a trick. The government awarded him the title Chief of the Long-Nosed Ones and gave him a medal. It was the president himself who tied the jeweled gold medal around the neck of the long-nosed one. Then instead of shaking the long-nosed one by hand, the president tweaked the tip of the long nose. This was filmed by the newsreel cameramen and shown in all the theaters. By that time, the political parties in the country had come forward enthusiastically. Comrade Longnose must give leadership to the people's struggle. Comrade Longnose indeed. Who's comrade? Comrade in what? Great God, poor long-nosed one. The long-nosed one must join the party. Which party? There were many parties. How could the long-nosed one join so many different parties at the same time? The long-nosed one said in his own tongue, why should I join a party of parties? Me, I'm too tired. Then one of the secretaries said, if Comrade Longnose likes me, he must join my party. The long-nosed one said nothing about it. Need I join any party? The long-nosed one asked the other secretary. She guessed what he was aiming at. She replied, why should you? By that time, one of the political parties had come out with the slogan, our party is the long-nosed one's party. The long-nosed one's party is the people's party. Members of other parties were incensed by this. They got at one of the secretaries and made her issue a scathing statement against the long-nosed one. The long-nosed one has deceived the people. He had been cheating them this whole time. He has made me a partner in this fraud. Let me declare the truth to the public. The long nose is made of rubber. അപ്പോൾ കുറെ സംഭവബഹുലമായ കാര്യങ്ങൾ ഇയാളെ ചുറ്റിപ്പറ്റി നടന്നു. ഗവൺമെന്റ് തന്നെയാണ് ആദ്യം ഇയാളെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗവൺമെന്റ് ഗേവ് ഹിം ആൻ അവാർഡ്. എന്താണ് അവാർഡ്? ചീഫ് ഓഫ് ദ ലോങ് നോസ്ഡ് വൺസ്. നീണ്ട മൂക്കന്മാരുടെ ചീഫ്, രാജാവ് എന്നൊരു പദവി അയാൾക്ക് കൊടുത്തു. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു മെഡലും പ്രശസ്തി പത്രവും ഒക്കെ കൊടുത്തിരുന്നു. പ്രസിഡന്റ് തന്നെയാണ് ഈ മെഡല് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പം ഇത് എല്ലാ ന്യൂസ് മീഡിയയും ഇത് കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മെഡലൊക്കെ അയാളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതിന് പകരം അയാളുടെ മൂക്ക് പിടിച്ച് കുലുക്കുകയാണ് പ്രസിഡന്റ് ഉണ്ടായത്. ആൻഡ് ദിസ് വാസ് റെക്കോർഡഡ് ബൈ ഓൾ ദ ചാനൽസ് ആൻഡ് മീഡിയ ആൻഡ് ഇറ്റ് വാസ് പ്ലേഡ് ഇൻ തിയേറ്റേഴ്സ്. ഇപ്പോൾ നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്നത് പോലെ എല്ലാ തിയേറ്ററിലും പ്ലേ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ നീണ്ട മൂക്കന്
അയാളുടെ മൂക്ക് പിടിച്ച് നമ്മുടെ പ്രസിഡന്റ് കുലുക്കുന്നത്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഓൾ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദ കൺട്രി ദേ വാണ്ടഡ് ലോങ് നോസ്ഡ് വൺ ടു ജോയിൻ ദെയർ പാർട്ടീസ്. ഒരുപാട് പാർട്ടീസ് ഉണ്ടായിരുന്നു. ആൻഡ് ലോങ് നോസ്ഡ് വൺ ബിക്കെയിം വെരി കൺഫ്യൂസ്ഡ്. ഏത് പാർട്ടിയിൽ ജോയിൻ ചെയ്യണം? അല്ല, പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പോരാത്തതിന് ഇപ്പൊ തന്നെ പണി കൂടുതലാണ്, ഇനി രാഷ്ട്രീയത്തിലും കൂടെ ഇറങ്ങാൻ വയ്യ. അപ്പൊ ഇയാളൊരു സെക്രട്ടറിയോട് ചോദിച്ചു, എന്നെ ഇഷ്ടമാണെങ്കിൽ, സെക്രട്ടറിയോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് സെക്രട്ടറി പറഞ്ഞു, മൂക്കന് എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ പാർട്ടിയിൽ ജോയിൻ ചെയ്യണം. അപ്പൊ അപ്പോഴും ഇയാൾക്ക് സംശയം മാറാത്തതുകൊണ്ട് ഇയാൾ മറ്റേ സെക്രട്ടറി എടുത്ത് ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ വല്ലതും ജോയിൻ ചെയ്യണോ? അപ്പൊ മറ്റേ സെക്രട്ടറിക്ക് മനസ്സിലായി ദ ഫസ്റ്റ് സെക്രട്ടറി ഓൾറെഡി സ്റ്റാർട്ടഡ് പുള്ളിങ് റെയിൻസ്. അപ്പൊ അവര് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, വൈ ഷുഡ് യു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്തേക്ക് another trick happened. ഏതോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യമൊക്കെ ആയിട്ട് വന്നു, ഞങ്ങളുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി, മൂക്കന്റെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി, ആളുകളുടെ ജനങ്ങളുടെ പാർട്ടി, ഓക്കെ, പീപ്പിൾസ് പാർട്ടി. അപ്പൊ അവര് മൂക്കനെ അങ്ങ് ഏറ്റെടുത്തു വിത്തൗട്ട് ഹിസ്, അയാളുടെ സമ്മതമൊന്നും ഇല്ലാതെ അവര് മൂക്കനെ അങ്ങ് ഏറ്റെടുത്തു. Some other party members were really angry hearing this. ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെക്രട്ടറിമാരിൽ ഒരാളെ ഈ മറ്റ് പാർട്ടിക്കാര്, മെമ്പേഴ്സ് ഓഫ് ദി ഒപ്പോസിഷൻ പാർട്ടി, അവര് ചാക്കിട്ടു. എന്നിട്ട് അവരെ കൊണ്ടൊരു സ്കെയ്തിങ് സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു. ഈ നീണ്ട മൂക്കൻ നമ്മളെ കുറെ കാലമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണ്, അയാളുടെ മൂക്ക് റബ്ബർ മൂക്കാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവ്രി ഡേ, ടുഡേ there is a statement made in the media by some person. Tomorrow they will change that. We don't know what is real and what is imaginary anymore. We are living in such a world where media created drama is actually reigning over us, and we don't know what to believe in anymore. Every day there is some new piece of news. Adine chuttipatti there will be some kind of controversies for a week or two. After that everybody forgets about this. ഇപ്പൊ കുറച്ച് ഒരാഴ്ചയായിട്ട് ഒരു പാമ്പ് കടിച്ച് മരിച്ച യുവതിയുടെ വാർത്തയായിരുന്നു. പക്ഷെ അതിനിപ്പം മൈലേജ് തീർന്നു എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. അപ്പോൾ ഇതൊരു ട്വിസ്റ്റ് വന്നു. അഗെയിൻ വൺ ഓഫ് ദ സെക്രട്ടറീസ് സെഡ് ദാറ്റ് ഹിസ് നോസ് ഇസ് എ റബ്ബർ നോസ്, റബ്ബർ മൂക്കാണ് എന്ന് പറഞ്ഞു. വാട്ട് എ സ്റ്റേറ്റ്മെന്റ്. All the newspapers splashed the news on their front pages. The nose of the long-nosed one is made of rubber. Would the people keep quiet at this? Would they not react in rage? Cables, telephone calls, and letters came from all parts of the world. The president was allowed no peace or quiet. Destruction to the rubber nose of the long-nosed one. Down with the long-nosed party. Long live revolution. When the anti-long-nosed party put out the statement, the opposing party made the other secretary issue a counter statement. Beloved countrymen, citizens, what she said is a lie. Comrade Longnose did not love her, and this is her revenge. She was trying to keep for herself the wealth and good name of the Comrade Longnose. One of her brothers is in the opposite party. Let me reveal the true colors of the members of the other party. Okay. I am a faithful secretary of Comrade Longnose. I know for a fact that the nose of the comrade is not made of rubber. It is as real as my own heart beating inside me. Long live the members of the party supporting the Comrade Longnose at this critical time. They have no motives of gain other than the progress of the people. Long live revolution. അപ്പോൾ ഒരു സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കി. അതിനിടയ്ക്ക് എൻ്റെ അമ്മയൊന്ന് വന്നിട്ട് പോയി. അതാണ് ഓക്കെ. ഒരു സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, റബ്ബർ നോസ് ആണെന്ന്. ആൻഡ് ദിസ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് മെയ്ഹൻ ഓൾ ഓവർ ദ കൺട്രി. ന്യൂസ് പേപ്പേഴ്സിലെല്ലാം വളരെ ഫ്രണ്ട് പേജിൽ ഇതൊക്കെ അടിച്ചു വന്നു, റബ്ബർ നോസ് ആണെന്നൊക്കെയുള്ള. പീപ്പിൾ കുഡ് നോട്ട് കീപ് ക്വയറ്റ്. പീപ്പിൾ സ്റ്റാർട്ടഡ് കോളിംഗ് ഹിം. ലെറ്റേഴ്സ് കെയിം ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ആൻഡ് പ്രസിഡന്റ് ഓഫ് ദ കൺട്രി, ഹി ഡിഡ് നോട്ട് ഹാവ് എനി പീസ് ഓഫ് മൈൻഡ്. അയാളാണല്ലോ അവാർഡ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് കള്ളനാണോ അവാർഡ് കൊടുത്തതെന്ന് പറഞ്ഞ് അതിനൊരു സമാധാനമില്ല. അത് നമ്മുടെ പ്രസിഡന്റ് നടക്കുന്നു. എങ്ങും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ലോങ് നോസ് പാർട്ടി തകർന്നു പോകട്ടെ എന്നുള്ള, മുർദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങു നിന്നും മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഈ നീണ്ടമൂക്കൻ ജോയിൻ ചെയ്ത പാർട്ടിയുടെ മെമ്പേഴ്സ് അവർ മറ്റേ സെക്രട്ടറിയെ കൈയിട്ട് വാരി ആ സെക്രട്ടറിയെ കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു. വാട്ട് എവർ ദി അതർ സെക്രട്ടറി സെഡ് ഇസ് എ ലൈ. ഷീ സെഡ് ദാറ്റ് ഇൻ റിവെഞ്ച് ബിക്കോസ് ലോങ് നോസ്ഡ് വൺ ഡിഡ് നോട്ട് ലവ് ഹർ ആൻഡ് ഷീ വാസ് ഇൻ ലവ് വിത്ത് ഹിം.
അത് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് അവള് റിവെഞ്ച് ആയിട്ട് പറഞ്ഞാണ് ദ ലോങ് നോസ് ഇസ് ആക്ച്വലി എ ട്രൂ നോസ്, ഇറ്റ് ഇസ് എ റിയൽ നോസ്, ഇറ്റ് ഇസ് നോട്ട് എ റബ്ബർ നോസ്, ഇറ്റ് ഇസ് എ റിയൽ നോസ്, ആൻഡ് ഐ ആം ദ ഫെയ്ത്ത്ഫുൾ സെക്രട്ടറി ഓഫ് കോംറേഡ് ലോങ് നോസ്, സഖാവ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പം ഏത് ലെഫ്റ്റിസ്റ്റ് പാർട്ടിയിലാണ് പുള്ളി ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സത്യം മാത്രമേ പറയുള്ളൂ, ഇത് ഒറിജിനൽ മൂക്കാണെന്നൊക്കെ നമ്മുടെ മറ്റേ സെക്രട്ടറി. ആ പീപ്പിൾ ബിക്കെയിം കൺഫ്യൂസ് നൗ ഹൂ ടു ട്രസ്റ്റ്, ആരാണ് സത്യം പറയുന്നത്, ആ കൺഫ്യൂഷനായി. What was to be done? There was confusion in the minds of the people. The leaders of the party against the long-nosed one began finding fault with the president and the government. Stupid government. They gave the title chief of the long-nosed ones to a deceiver of the people. They gave him a jeweled gold medal. The president is also involved in this fraud. They have betrayed the national interest. The president must resign. The ministry must resign. The rubber-nosed one must be killed. The president reacted angrily. One morning, the army and the tanks surrounded the house of the poor long-nosed one. He was arrested and taken away. What was to be done? People were so confused at this point of time. അപ്പോൾ ഈ ഒപ്പോസിഷൻ പാർട്ടിക്കാര് വീണ്ടും ഇയാൾക്കെതിരെ ഉയരാൻ തുടങ്ങി. സ്റ്റുപ്പിഡ് ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ആണ് ഇയാളെ ഇത്ര ആദരവൊക്കെ കൊടുത്ത് മെഡലൊക്കെ ഇട്ട് ചീഫ് ഓഫ് ദ ലോങ് നോസ്ഡ് വൺസ് ഒക്കെ ആക്കി. അതുകൊണ്ട് പ്രസിഡന്റ് രാജിവെക്കണം, മന്ത്രിസഭ രാജിവെക്കണം, എല്ലാവരും തകർന്നു പോകണം. ഈ ഫ്രോഡില് പ്രസിഡന്റും ഇൻവോൾവ് ആണ്. ആൻഡ് പ്രസിഡന്റ് ബിക്കെയിം റിയലി ആംഗ്രി, കാരണം അയാളുടെ കസേരയ്ക്ക് ഇളക്കം തട്ടിത്തുടങ്ങി. And one morning, President sent his army to the house of the long-nosed ones, and he was arrested and taken away. ഇനി ഇയാൾ പ്രൂവ് ചെയ്യണം. ഇയാളുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മൂക്ക് കാരണം ജോലി പോയി, പിന്നെ ഒരു ഫോർച്യൂണൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് വീണ്ടും താഴേക്കൊരു പോക്കാണ്. There was no news of the long-nosed one for some time. The people forgot about his existence. Then came fresh news with the impact of a nuclear bomb. Do you know what happened? Just when the people had forgotten everything, came a brief announcement from the president. The trial of the chief of the long-nosed ones will take place on 9th March. Expert doctors who come as representatives of 48 countries will examine him. All the newspapers of the world will be represented by their respective correspondents. The proceedings will be filmed for all the world to see. The people must keep calm. People are people. They could not keep calm. They came in large numbers into the metropolis. They invaded the hotels. They burned public conveyances. They set fire to police stations. They destroyed government buildings. There were communal riots. Quite a number of men and women died as martyrs in this fight for the long-nosed one. കുറച്ച് കാലത്തേക്ക് നമ്മുടെ നീണ്ടമൂക്കനെ പറ്റി ആരും ഒന്നും കേട്ടില്ല, കാരണം ഉള്ളിലായിരുന്നു, ജയിലിലായിരുന്നു. നോബഡി ഈവൻ കെയർഡ് അബൌട്ട് ഹിസ് എക്സിസ്റ്റൻസ്. അങ്ങനെ എല്ലാവരും ഒന്ന് മറന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ഫ്രഷ് അനൗൺസ്മെന്റ് വന്നു. പ്രസിഡന്റ് ആണ് ഈ അനൗൺസ്മെന്റ് വരുത്തിയത്. ഇപ്പൊ ഈ അനൗൺസ്മെന്റ് ചെയ്ത എന്താന്ന് വെച്ചാൽ, ലോങ് നോസ് ചീഫ് ഓഫ് ദ ലോങ് നോസ്ഡ് വൺ, അയാളുടെ ട്രയൽ, അയാളുടെ കേസ് തുടങ്ങാൻ പോവുകയാണ്. മാർച്ച് 9 ആയിരിക്കും ഈ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. And expert doctors from 48 countries will come and examine him to see if the nose is real or not, or a rubber nose. ഇപ്പൊ 48 രാജ്യങ്ങളിലുള്ള ഡോക്ടേഴ്സ് വരുന്നുണ്ട് ഇയാളെ നോക്കാൻ വേണ്ടി. എന്നിട്ട് പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞു, ആളുകളെല്ലാം ക്ഷമയോടെ വളരെ കാം ആയിട്ടിരിക്കണം. പക്ഷെ ആളുകളുടെ സ്വഭാവം അറിയാലോ, they were not calm, they could not keep calm. ഇത് നടക്കുന്ന ഈ എക്സാമിനേഷൻ നടക്കുന്ന ഈ ട്രയൽ നടക്കുന്ന മെട്രോപോളിസ് സിറ്റിയിലേക്ക് എല്ലാവരും ബസ്സും ട്രെയിനും എല്ലാം പിടിച്ച് വന്നു. ആൻഡ് പീപ്പിൾ ഇൻവേഡഡ് ദ സിറ്റി. അവിടെ ഹോട്ടൽ റൂംസ് എല്ലാം ബുക്ക്ഡ് ഔട്ട് ആയി, ബിക്കോസ് എവ്രിബഡി വാസ് ഈഗർ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് മാത്രമല്ല ഭയങ്കര വയലൻസ് ഒക്കെ നടന്നു. ആളുകൾ വണ്ടികളൊക്കെ കത്തിക്കാൻ തുടങ്ങി, പോലീസ് സ്റ്റേഷനിൽ കല്ലെറിയുന്നു, അത് കത്തിക്കുന്നു. ദേ ഡിസ്ട്രോയിഡ് ഗവൺമെന്റ് ബിൽഡിങ്സ്, കമ്മ്യൂണൽ റൈറ്റ്സ് വരെ ഉണ്ടായി, റിലീജിയൻസ് തമ്മിലുള്ള റയറ്റ്സ് വരെ ഉണ്ടായത്. കാരണം ഇത് ഭയങ്കര ഒരു എക്സാജറേഷൻ ആണ്. ആക്ച്വലി ദിസ് ഈസ് ആക്ച്വലി എ സെറ്റയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി. പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല. ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് കണ്ടു, അതിന്റെ പേരിലായിരിക്കും അടുത്ത ദിവസത്തെ ബന്ദും ഹർത്താലും. അപ്പൊ ആ ബന്ദിനെയും ഹർത്താലിനെയൊക്കെ ആ ഒരു പ്രവണതയെ ആക്ഷേപഹാസ്യത്തിലൂടെ കളിയാക്കുകയാണ് ബഷീർ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, 9th March 11 AM ദ സ്ക്വയർ. അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. കുറെ പേര് മരിക്കുകയും ചെയ്തു. ലോട്ട് ഓഫ് പീപ്പിൾ ബിക്കെയിം മാർട്ടിയേഴ്സ് ഇൻ ദിസ് ഫൈറ്റ്. ഒരുപാട് പേര് ഇയാളുടെ പേരിൽ മരിക്കുകയും ചെയ്തു. ഈ പ്രൊട്ടസ്റ്റും റൈറ്റ്സും ഒക്കെ ഉണ്ടായി, അതിൽ കുറെ പേരൊക്കെ മരിച്ചു. ഭയങ്കര എക്സാജറേഷൻ ആണ്. 9th March 11 AM The square in the front of the presidential palace was a vast sea of humanity. The loudspeakers blared forth.
People must be disciplined. The examination has begun. The doctors surrounded the long-nosed one in the presence of the president and cabinet members. One doctor blocked the nostrils of the long-nosed one. He immediately opened his mouth wide. Another doctor took a needle and punctured the tip of the nose. To his amazement, a drop of blood appeared at the tip of the nose. The doctors gave the unanimous verdict. The nose is not made of rubber. It is genuine. One of the female secretaries kissed the long-nosed one on the tip of the nose. Long live Comrade Longnose. Long live the chief of the long-nosed ones. Long live the Progressive People's Party of the long-nosed one. As the shouting and revelry ended, the president thought of another gimmick. He nominated the long-nosed one as a member of parliament, the Honorable Long-nosed MP. 3 universities conferred doctorates on him. The Honorable Long-nosed D.Lit. The ignorant populace acclaimed the actions of the equally ignorant government which ruled over them. Okay. Finally, the day of trial has arrived. എന്നാണ് ട്രയൽ നടക്കുന്നത്? 9th March. ഇയർ ഒന്നും നമുക്കറിയില്ല. 9-ാം തീയതി, മാർച്ച് 9-ാം തീയതി രാവിലെ 11 മണിക്ക് പ്രസിഡന്റിന്റെ പാലസിന്റെ മുന്നിലുള്ള സ്ക്വയറിലാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. വളരെ പബ്ലിക് ആയിട്ടുള്ള ഒരു ട്രയലാണ്. ആൻഡ് പീപ്പിൾ ഹാവ് ഗ്യാതേർഡ് ഫ്രം ഹിയർ ആൻഡ് ദെയർ. ഒരു വാസ്റ്റ് സീ ഓഫ് ഹ്യൂമാനിറ്റി, ഒരു ജനസാഗരം തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പം നമ്മൾ കാണുന്ന. ലൗഡ് സ്പീക്കേഴ്സ് പെട്ടെന്ന് ശബ്ദിച്ചു തുടങ്ങി. പീപ്പിൾ മസ്റ്റ് ബി സൈലന്റ് ആൻഡ് കാം ആൻഡ് ഡിസിപ്ലിൻ. ദി എക്സാമിനേഷൻ ഹാസ് ബിഗൺ. അപ്പം ഡോക്ടേഴ്സ്, കുറച്ച് പേര് ഡോക്ടേഴ്സ് ലോങ്-നോസ്ഡ് വണ്ണിന് ചുറ്റും കൂടി ഒരു ഡോക്ടർ മൂക്കിന്റെ അറ്റത്ത് ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. അപ്പൊ മൂക്കി പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മൾ വാ തുറക്കും. ലോങ്-നോസ്ഡ് വണ്ണും സ്വാഭാവികമായിട്ട് അങ്ങനെ വാ തുറക്കും. ഹി ഓപ്പൺ ഹിസ് മൗത്ത്. സോ എവറിബഡി വാസ് അമേസ്ഡ്. സോ ഓക്കെ, ഒറിജിനൽ ആയിരിക്കാം എന്ന് അവരെ ഒന്ന് കരുതി. ആൻഡ് നെക്സ്റ്റ് അടുത്ത ഡോക്ടർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സൂചി കൊണ്ടുവന്ന് ഈ മൂക്കിന്റെ തുമ്പത്തായിട്ടൊന്ന് കുത്തി. അപ്പോൾ ഒരു തുള്ളി ബ്ലഡ് വന്നു, ഒരു തുള്ളി ചോര വന്നു. ചോര കണ്ടപ്പോഴത്തേക്ക് all the doctors were very happy and they gave the verdict, this is not a rubber nose, this is not artificial, it is totally genuine, real nose എന്ന് എല്ലാവരും പറഞ്ഞു. അത് കേട്ട ഉടനെ നമ്മുടെ വൺ ഓഫ് ദ ഫീമെയിൽ സെക്രട്ടറീസ് ഓടി വന്ന് ലോങ്-നോസ്ഡ് വണ്ണിന് ഒരു ഉമ്മ അങ്ങ് കൊടുത്തു. എന്നിട്ട് ലോങ് ലിവ് ലോങ്-നോസ്, നീണ്ട മൂക്കൻ നീണാൽ വാഴട്ടെ, നീണ്ട മൂക്കന്റെ പാർട്ടി നീണാൻ വാഴട്ടെ എന്ന് പറഞ്ഞ്. അപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്ന പ്രസിഡന്റിന് പെട്ടെന്ന് ഒരു ഗിമ്മിക്കും കൂടെ അയാളുടെ മനസ്സിൽ തോന്നി. ഇതെല്ലാം ആക്ച്വലി വളരെ സമയത്തിന് മുമ്പേ സംഭവിച്ച ലിറ്ററേച്ചർ ആണ് എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പൊ പല രാജ്യങ്ങളുടെയും ഇൻക്ലൂഡിങ് ആവേഴ്സ് പൊളിറ്റീഷ്യൻസ് ആർ they believe more in gimmicks. എന്തൊക്കെയോ ചില ചേഷ്ടകളൊക്കെ കാണിക്കുന്നതിലാണ് interest rather than ruling and giving people what they deserve and what they need. They truly believe in gimmicks. They just give tasks to people to do. And people fall for these kinds of things. So ഇവിടെ നമ്മുടെ പ്രസിഡന്റ് ഒരു ഗിമ്മിക്ക് നടത്തി. ഗിമ്മിക്ക് എന്താന്ന് വെച്ചാൽ MP ആയിട്ട്, മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് പുള്ളി അങ്ങ് നോമിനേറ്റ് ചെയ്തു. അങ്ങനെ പുള്ളി MP ആയി. അതിനുശേഷം വീണ്ടും പുള്ളിക്ക് നല്ല കാലം തുടങ്ങി. 3 യൂണിവേഴ്സിറ്റീസ് പുള്ളിക്ക് ഡോക്ടറേറ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ എന്താ പറയാ, വളരെ ഒരു അക്ലെയിമിലേക്ക് പുള്ളി എത്തി. അപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോങ്-നോസ്ഡ് വൺ ഒറിജിനലി ഹീസ് ഇഗ്നറന്റ്, ഹി ഡസന്റ് നോ എനിത്തിങ്, ഹീസ് എ ഫൂൾ ആക്ച്വലി. സോ ദ ഗവൺമെന്റ് ഇസ് ഓൾസോ ഈക്വലി ഇഗ്നറന്റ് ആൻഡ് ഫൂളിഷ് to celebrate such a person just because he has this physical extra nose, right? So it says that we as a country, we give importance to unimportant things. ആ ഒരു പ്രവണത നമ്മളുടെ രാജ്യത്തിനുണ്ട്. ആ ഒരു പ്രവണതയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. But the parties of which the long-nosed one was not a member formed a united front and began to proclaim, the ministry must resign. This is a fraud on the people. It is a rubber nose. Look at the way falsehood was being perpetuated. Would there not be confusion of thought? What could the poor intellectual do? അപ്പൊ ഇവിടെ വീണ്ടും ഇത്രയുമൊക്കെ ടെസ്റ്റ് നടന്നിട്ടും ലോങ്-നോസ്ഡ് വണ്ണിന്റെ പാർട്ടിയുടെ എതിർ പാർട്ടിക്കാര് വീണ്ടും പറഞ്ഞു അത് കള്ളത്തരമാണ്, ഇതിൽ എന്തോ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട്, പ്രസിഡന്റിന്റെ വേലയാണ് ഇതൊക്കെ, അത് റബ്ബർ നോസ് തന്നെയാണെന്ന് പറഞ്ഞ് കുറെ പേര് അപ്പോഴും അതിനെ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ലുക്ക് ഹൗ falsehood is perpetuated. കള്ളം സ്പ്രെഡ് ചെയ്യാൻ എപ്പോഴും സത്യം സ്പ്രെഡ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഈസിയാണ്.
ആൻഡ് അതിനുള്ള ഒരു എക്സാമ്പിൾ ആണിത്. സോ വാട്ട് വുഡ് ദ പുവർ ഇന്റലക്ച്വൽ ഡു ഇൻ ദിസ് കേസ്? വാട്ട് ഷുഡ് വി ബിലീവ്? നമ്മുടെ ചുറ്റും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. We don't know what to believe and what not to believe, because the thin line between reality and imagination, it has blurred in the recent times. And we are, പൊതുജനം കഴുതയാണ് എന്ന് പറയുന്നത് പോലെ, we have, നമുക്കൊരു മാസ് മെന്റാലിറ്റി വന്നിട്ടുണ്ട്. Whatever the people around us are doing, we conform to it. We start doing the same things. ഇപ്പൊ ദൃശ്യത്തിൽ പറയുന്ന പോലെ നാടോടുമ്പോൾ നടുകയോടുണ്ട്. So everybody starts to run in one direction and we just follow the lead. We just join the rat race. If people accuse one person of being a fraud, we also join them and accuse them of being a fraud. We do not concern ourselves with whether it is real or not. അതൊന്നും നമ്മുടെ കൺസേൺ ഉള്ള കാര്യമേ അല്ല. അപ്പം അങ്ങനെ ഒരു സെറ്റയറിക്കൽ ആയിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റയറാണ് ഈ ഒരു പെർട്ടിക്കുലർ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഓപ്പൺ എൻഡഡ് ആണ്. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, പിന്നെ ലോങ് നോസ്ഡ് വൺ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അതെങ്ങനെ വേണമെങ്കിലും നടക്കാം. വീണ്ടും അയാളുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കണം. So this actually is a story, it's a satire on the psychology of masses and the stupidity of crowds. നമ്മൾ പൊതുജനത്തിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എന്താണ്, നമ്മൾ വി ഡോണ്ട് യൂസ് അവർ ബ്രെയിൻസ്, വി ജസ്റ്റ് ബിലീവ് ഇൻ വാട്ട് എവർ ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഡു. വി ഡോണ്ട് ഹാവ് ഇൻഡിവിജ്വാലിറ്റി. And also it is a satire on the media. ഇങ്ങനെ സെൻസേഷണലിസത്തിന്റെ പുറകെ ഓടി they are rejecting important and genuine news while they are falling prey for sensationalism. So those are the things that are satirized in this particular story. I hope you enjoyed the story. Try and read this story somewhere and try to answer my questions after this. I hope you enjoyed. Thank you so much for your attention. Bye.